അവൻ പേടിച്ചു പോയി ചേട്ടാ. அவன் என்ன வேலை செய்யறான்னு சொன்ன? டவுன் மார்க்கெட்ல பேக்கர் வேகக்காரன் இல்ல, என்னன்னு விசாரிச்சுப்பார். ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കിടിലനായിട്ടുള്ള ഒരു ഓപ്പോണന്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡിവിഷൻ മാച്ചിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ 2026 സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ റിയൽ സഞ്ജു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ഇത് നോക്കി നോക്കാം നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഞാൻ ഓൾറെഡി സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണ് നമ്മുടെ ഫുവണ്ടേൻ്റെ മാനേജറാണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഒരു കിടിലിന് ഓപ്പോണൻ്റാണ് വന്നിരിക്കുന്നത്. എല്ലാം എ പൊസിഷനാണ്. നോക്കുകയാണെങ്കിൽ നമ്മുടെ റൊണാൾഡോ വേഴ്സസ് റൊണാൾഡോ, സാബി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. മച്ചാ യൂസ് ചെയ്യുന്ന റൊണാൾഡോയും ഞാൻ യൂസ് ചെയ്യുന്ന റൊണാൾഡോ, ഒരേ റൊണാൾഡോ. നമ്മളെന്തായാലും ഫസ്റ്റ് ഹാഫ് നമ്മുടെ ഒക്യുപ്പൈന് ഇറക്കാമെന്ന് വെച്ചു. പിന്നെ ന്യൂനോ മെൻഡസ് ഉണ്ട്, സ്നൈഡർ ഉണ്ട്. പിന്നെ നമ്മുടെ രണ്ട് പേരിൽ ഏകദേശം എംബാപ്പയൊക്കെ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ കഴിച്ച് നമ്മൾ ഓൾറെഡി നെയ്മർ എ പൊസിഷനായി. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മുടെ സബ്സ്ക്രൈബർ ഓപ്പോണ്ടന്റ് ബ്രോയും ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിച്ച് ഇതൊരു ഗ്യാസ്പെർണി വേഴ്സസ് ആ ഒരു മാനേജറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫ് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമ്മുടെ സുവാരസ് ടു ഗൈസ്. ഈ മാച്ചിൽ നമുക്ക് നോക്കാം. സുവാരസും എ പൊസിഷൻ ആയിട്ടുണ്ട്. ബെക്കംബർ ടു റോബർട്ടോ കാർലോസ് ടു നമ്മുടെ ജെറാഡ് ടു ഓക്കെ റിക്യുപ്പൈ ടു നമ്മുടെ സുവാരസ് ടു നമുക്ക് നോക്കാം ഗൈസ്. മൂന്നാളെ വെട്ടിച്ചെടുത്ത് നടന്നില്ല ഗൈസ്. അപ്പോൾ നെയ്മർ ടു എംബാപ്പെ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് ജെറാഡ് ടു റിക്യുപ്പൈ ടു നമ്മുടെ മെസ്സി. കോസ്റ്റേട്ട എടുത്ത് ഗൈസ്. കോസ്റ്റേട്ട ബെല്ലിംഗം ടു സ്കോളസ് ഗൈസ്. സ്കോളസ് ഉണ്ട് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും ഒരു സിംഗിൾ ബൂസ്റ്റർ സാബി ഉണ്ട്. നമ്മുടെ ഓപ്പോണൻ്റെ കയ്യിൽ ഡബിൾ ബൂസ്റ്റർ സാബി ലോൺസാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ബാൻഡേജ് ടു നമ്മുടെ ബെല്ലിംഗം ടു ഗൈസ്. 10 ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം നെയ്മർ ഗൈസ്. അപ്പോൾ സ്കോളസിൻ്റെ ഒരു കിടിലൻ ഷോട്ട്. എൻ്റെ പൊന്ന് ഗൈസ്, ലിവോക്കോവിച്ച് എടുത്തുകൊണ്ട് സീനില്ല അല്ലേ, പണി പാടിയ കോസ്റ്റേട്ട. സ്കോളസ് ടു സാബി ലോൺസോ. ബെല്ലിംഗത്തിൻ്റെ അടുത്ത ഷോട്ട്. എൻ്റെ പൊന്ന് ഗൈസ്, ഉണ്ടായിരുന്നു നമ്മുടെ ഗോളി തട്ടിയിട്ട് 2 ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്കോളസിൻ്റെ ഒരു ഷോട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഗൈസ് എന്തായാലും അവരിപ്പോൾ ഏകദേശം 3 ഷോട്ടാണ് അവർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെ ഗൈസ്. അപ്പോൾ ബെക്കാമിലേക്ക് കിട്ടുമില്ല. സ്കോളസ് ടു നെയ്മർ ടു നെയ്മർ ഗൈസ്. ഇതാ പണ്ടത്തെ നെയ്മറാണ്. ആ ഒരു ഫ്രീ കാർഡിൽ എൻ്റെ പോലെ സ്കില്ലൊക്കെ ഇട്ടത് പവർ കയറി വരുന്നുണ്ട്. കഫ് അടിച്ചു വിടാം ഗൈസ്. ഓൾറെഡി നമുക്ക് മെസ്സിക്ക് കിട്ടുമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും കാർലോസ് നമ്മുടെ മെസ്സിനോട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. സ്കോളസ് ടു നമ്മുടെ സാബി ലോൺസോ ടു എംബാപ്പെ. റിക്യുപ്പൈ ടു ബാക്കോട്ട് ജെറാഡ് ടു നമ്മുടെ ഗ്രീസ്മൻ. റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മൻ ടു സുവാരസ് ടു മെസ്സി. കിട്ടിയില്ല മച്ചാമാരെ. വീണ്ടും സ്കോളസ്. മറഡോണ ബെല്ലിംഗം ഗൈസ്. അപ്പം എൻ്റെ പൊന്നെ ഓപ്പോണൻ്റ് എന്തായാലും ഗൈസ് കോസ്റ്റേട്ടൊരു വെച്ചിട്ട് അവന്മാർ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം. റിക്യുപ്പൈ ടു നമ്മുടെ ബെക്കാം. മറഡോണ ഗൈസ്. ഈ മറഡോണയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടേ ഇറക്കിക്കോട്ടോ. കാരണം ഇതൊക്കെ വെർട്ടി പാക്കാണ്. കാരണം ഇപ്പോൾ എ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ബെക്കംബർ എടുക്കൂ ഗൈസ്. മെസ്സി ഓക്കെ എടുത്തില്ല. സ്കോളസ് ഗൈസ്. അപ്പോൾ സുവാരസിനെ കൊണ്ട് മച്ചന്മാർ നോക്കട്ടെ. മറഡോണ ടു ബെല്ലിംഗം ടു എംബാപ്പെ ടു ഗൈസ്. ഇവന്മാർ പൊസിഷൻ ആയതുകൊണ്ട് ഓൾറെഡി നല്ലോണം ഇതാക്കുന്നുണ്ട്. നോക്കട്ടെ. സ്കോളസ് ഒരു ഷോട്ട്. എൻ്റെ പൊന്ന് ഗൈസ്, ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി പോസ്റ്റ് തട്ടിയിട്ടാണ് അത് പോയത്. അല്ലേ നല്ലൊരു ഗോൾ ഇപ്പോൾ കയറിയനെ ഗൈസ്. അപ്പോൾ സാബി ആട്ടോ ഇവരുടെ എപ്പോഴും നമ്മുടെ ഇത് അടിക്കുന്ന നോക്ക്. ലെഫ്റ്റ് ഫുട്ടോണ്ട് റോബർട്ടോ കാർലോസ് എടുത്തു. സാബി പുറത്തേക്ക് അടിച്ചു വിട്ടിട്ടുണ്ട്. അല്ലേ കറക്റ്റ് ഗോളായിരുന്നു മച്ചാമാരെ. എന്തായാലും എനിക്ക് തോന്നുന്നു ഹാഫ് ടൈം മുമ്പ് തന്നെ 4-5 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 4-5 ഷോട്ട് അടിച്ചിട്ടുണ്ട് ഓപ്പോണന്റ്. ജെറാഡ് ടു നമുക്ക് ഗൈസ് റിക്യുപ്പൈ ടു ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസിന്റെ ഒരു ഗോള് ഗൈസ്. അപ്പോൾ 37-ാം മിനിറ്റിൽ നമ്മുടെ അണ്ണൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സുവാരസ് 1ാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓപ്പോണന്റ് ഇത് എങ്ങനെയാണോ കയറി വരുന്നത്. 2-3 സ്നാപ്ഡ്രാഗൺ 2-3 സെക്കൻഡിന് ശേഷം ഓപ്പോണന്റ് ഗോൾ അടിക്കുന്നത്. കാരണം മിക്ക മാച്ചിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അലിസൺ ബക്കർ കേട്ടോ ഗൈസ് ഇവരുടെ ഗോളി. അപ്പോൾ ഇത് അലിസൺ ബക്കർ വേഴ്സസ് നമ്മുടെ ഡൊമിനിക്കും കൂടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എംബാപ്പെ നെയ്മർ ഗൈസ്. ഓൾറെഡി ഈ നെയ്മർ ഇപ്പോൾ നന്നായിട്ട് കയറി വരുന്ന ടൈം ആട്ടോ ഗൈസ്. ഗ്രീസ്മൻ ഗൈസ്. അപ്പോൾ ബെക്കാം ഗൈസ്. അപ്പോൾ അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുവാരസ് അടുത്തൊരു ഷോട്ട്. എൻ്റെ
പൊന്ന് കൈസ്. അപ്പോൾ ആ ഒരു സ്കോഡിന് രണ്ടാമത്തെ നിലയിലും നമ്മൾ തീർത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാട്ടോ, പറയാൻ പറ്റില്ല ഓപ്പോണന്റ് എത്രത്തോളം അത് എപ്പോഴാണ് കയറി വരികയെന്നും പറയാൻ പറ്റില്ല കൈസ്. അപ്പോൾ ടോണി ആഡംസ് ടു നമ്മുടെ സുവാരസ് ടു ജെറാർഡ് കൗണ്ട് എടുത്തു, സാബി വെല്ലിംഗം ഗൈസ് പറയാൻ പറ്റില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഓപ്പോണന്റ് ആയാലും തിരിച്ചടിക്കാം. കാരണം മിക്ക മാച്ചുകളിലും ഈ ഹാഫ് ടൈമിന് ശേഷം പല ഓപ്പോണന്റ് കയറി വന്നിട്ടുണ്ട്. അത് ഈ 60-70 ടൈമിലൊക്കെ ഗൈസ് ഓഫ് സൈഡ് ആണെന്ന് തോന്നുന്നു. 60-70 ടൈമിലൊക്കെ ആകുമ്പോഴും കയറി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സാബി ടു റിക്യുപ്പൈ മച്ചാമാരേടാ സ്കോളസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ 2 ഗോളുകളാണ് അടിച്ചത്. പക്ഷേ നമ്മുടെ ഓപ്പോണന്റ് അത്യാവശ്യം ഷോട്ടും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എംബാപ്പെ ടു ബെല്ലിംഗം, എംബാപ്പെ ടു ഗൈസ്. ഇവർ ഓൾറെഡി നമ്മുടെ മറ്റേ ഫുവൻഡേൻ്റെ മാനേജറാണ്. അതുപോലെ പൊസിഷനാണ് ഇവന്മാരുടെ പ്ലേ സ്റ്റൈൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോൾ കൺട്രോളിംഗ് ഒക്കെ ദേശം സീനായിരിക്കും ഗൈസ്. അപ്പോൾ സുവാരസ് ടു നമ്മുടെ മെസ്സി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ? റിക്യുപ്പൈ ഇല്ല, സലീബ കയറി വന്നു ഗൈസ്. ഓക്കെ, റിക്യുപ്പൈ ടു മെസ്സി. എടാ അവിടെ നമ്മുടെ സുവാരസ് ഫ്രീ ആയിരുന്നു പക്ഷേ 2 പേര് ലോക്കാം ഗൈസ്. അപ്പോൾ ഇവർ സബ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സലിബേനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സലിബയൊക്കെ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഡിഫൻഡേഴ്സൊക്കെ എല്ലാവരും ഉറപ്പായിട്ട് ഇറക്കുക കേട്ടോ. നല്ലൊരു പ്ലെയർ തന്നെയാണ്. എന്തായാലും ഞാനിപ്പോൾ കുറേ സലിബിനൊക്കെ ഇറക്കിയിട്ട് ഏകദേശം 102, 103, 101 കയറും ഗൈസ്. അപ്പോൾ എന്തായാലും വീണ്ടും ബെക്കംബർ എടുത്തിട്ടുണ്ട്. ബെക്കംബർ ടു നമ്മുടെ ഗ്രീസ്മൻ, ഒരു ത്രൂ പാസ് മെസ്സി. ഓക്കെ, സാബി ടു ലൂയിസ് സുവാരസ് ഗൈസ്. അപ്പോൾ അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സുവാരസിന് ഗൈസ്. അപ്പോൾ നോക്കാം, ഒരു ടേണ് വച്ചാൽ വരെ. അപ്പം 3ാമത്തെ ഗോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും 57 മിനിറ്റ് ആയുള്ളൂ, നമ്മൾ 3 ഗോളുകൾ തികച്ചു. ഓപ്പോണന്റ് ഇതുവരെ ഒരു കംബാക്ക് അടി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇവർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. എംബാപ്പെ ടു സാബി ടു നമ്മുടെ എംബാപ്പെ മെസ്സി ടു സുവാരസ്, ബെക്കാമിൻ്റെ അടുത്ത് നിന്ന് എടുത്തടാ. സാബി അലോൺസോ ടു നെയ്മർ ടു സ്കോളസ് ടു ബെല്ലിംഗം ടു എംബാപ്പെ ടു ഗൈസ്. എടാ പോയി കിടന്ന ഷോട്ട് ഗൈസ്. അപ്പം നെയ്മർ അടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ. എനിക്ക് തോന്നുന്നു ഇത് പുള്ളിങ്കോ നെയ്മറാന്ന് തോന്നുന്നു. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന കാലം കണ്ടോ മച്ചാമാരെ. അപ്പം നെയ്മർ തുടങ്ങിയിട്ടുണ്ട്. റിക്യുപ്പൈ ടു നമുക്ക് നോക്കാം. കഫു ടു മെസ്സി ടു റിക്യുപ്പൈ ടു ബെക്കാം. എൻ്റെ പൊന്ന് ഗൈസ്, നെയ്മർ അടി. റൊണാൾഡോനെ നമ്മൾ ഇറക്കിയിട്ടോ ഗൈസ്. നമ്മൾ ഓൾറെഡി റൊണാൾഡോനെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഗൈസ് നിങ്ങളാരും എന്താ പറയുക, ഈ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ കാർഡാന്ന് വെച്ചിട്ട് റൊണാൾഡോനെ മാറ്റി നിർത്തേണ്ട. അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് കിടലിനായിട്ട് കളിപ്പിക്കാൻ പറ്റും. കാരണം നമ്മൾ കഴിഞ്ഞൊരു മാച്ചിൽ നെയ്മറിൻ്റെ അടുത്ത ഷോട്ട് കഴിഞ്ഞൊരു മാച്ചിൽ നമ്മൾ റൊണാൾഡോനെ വെച്ചിട്ടാണ് കംബാക്ക് ഗോൾ അടിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അതും മാൾഡിനി ഈ ഒരു അവരുടെ കോമ്പോനെ മൊത്തം തകർത്തത് ഈ ഒരു സ്ക്വാഡാണ് ഗൈസ്. സുവാരസിൻ്റെ ഒരു ചാൻസ് അടിക്കാൻ പറ്റില്ലടാ റൊണാൾഡോ ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഹാളനെ പോലെ തന്നെയാണ്. അത്യാവശ്യം ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഇറക്കി നോക്കുക. റൊണാൾഡോൻ്റെ ഒരു ഷോട്ട് കാണാം. സുവാരസ് എടാ അവിടെ കോസ്റ്റേട്ട വന്നു ഗൈസ്. കോസ്റ്റേട്ടയാണ് ഈ ഓപ്പോണൻ്റെ ഇത് കേട്ടോ ക്യാപ്റ്റൻ. നമുക്ക് മെസ്സിയാന്ന് തോന്നുന്നു. അല്ല ഇപ്പം നോക്കണം, നമ്മൾ നോക്കണം ഗൈസ്. അപ്പോൾ റിക്യുപ്പൈ ഗൈസ്. അപ്പോൾ റൊണാൾഡോയ്ക്ക് വീണ്ടും എടാ ഓഫ് സൈഡ് ആയിപ്പോടെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓപ്പോണൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ല, ഇപ്പോൾ കയറി വരുന്നുണ്ട്. പക്ഷേ ഓൾറെഡി 2 ഗോളും കൂടി ഇനി അടിച്ചാലേ അവർക്കൊരു ടൈറ്റ് എത്തിക്കാൻ പറ്റുള്ളൂ. 76 ഇതാണ്. സലിബ ടു ബെക്കംബർ ടു റൊണാൾഡോ പോകുന്നില്ല. കോസ്റ്റേട്ട ടു ഗൈസ് സാബി ഗൈസ്. നമ്മുടെ അടുത്ത് ഓൾറെഡി സിംഗിൾ ബൂസ്റ്റർ സാബി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് നോക്കാം. എടാ ഇവന്മാർ കയറി വരുന്നുണ്ട്. റൊണാൾഡോ ടു മറഡോണ. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ടോണി ആഡംസ് ടു മെസ്സി ടു റൊണാൾഡോ ടു നമുക്ക് സുവാരസ്. ഓക്കെ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. റോബർട്ടോ കാർലോസ് റിക്യുപ്പൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കിട്ടി. എടാ വീണ്ടും പോയി ബെക്കംബർ. ഗൈസ് കിട്ടി, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ലൂയിസ് സുവാരസ് അടിച്ചിട്ടുണ്ട് മച്ചാമാരെ. അപ്പം ഇന്ന് നമ്മുടെ സുവാരസാണ് 4 ഗോളുകൾ ഇട്ടത് ഗൈസ്. അപ്പോൾ ഹാട്രിക്കും. പിന്നെ ഇത് അത്ര വലിയ ഗോളല്ല, കാരണം അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ഗോളാണ്. പക്ഷേ എന്നാലും നമ്മൾ ഒരു ഗോൾ കൂടി അടിച്ചിട്ടുണ്ട്. 85 മിനിറ്റ് ആയിട്ടുണ്ട്. റൊണാൾഡോ ഗൈസ്. അപ്പം നമ്മുടെ 2 പേരുടെയും കയ്യിൽ റൊണാൾഡോ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാനേജറിൻ്റെയും പിന്നെ കളിയുടെ ഇതുപോലെ ഇരിക്കും. നമുക്ക് നോക്കി വെക്കാം. ബെക്കാം ടു നമ്മുടെ മെസ്സി. എടാ കൂടിപ്പോടാ പാസ് കൊടുത്താൽ മതിയായിരുന്നു. കോസ്റ്റേട്ട സ്കോളസ് നെയ്മർ ഗൈസ്. ഇവർ അത്യാവശ്യം കളിക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി ലോക്ക് ആക്കിയതുകൊണ്ടാണ് ഇവരവിടെ നിന്ന് അനങ്ങാത്ത. കഫു അവിടെ മിക്കവാറും എനിക്കൊന്ന് പണി പാട് വരും ഗൈസ്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ടൈം ആവാനായി. ഇനിയാണ് എനിക്ക് തോന്നുന്നു ഒരു കംബാക്ക്. ഓക്കെ ലിവാക്കോവിച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 93 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം മിക്കവാറും ഈ ഒരു മാച്ച് നമ്മൾ തന്നെയായിരിക്കും ജയിക്കുള്ളൂ. കാരണം കൂടിപ്പോൾ ഒരു ഗോളൊക്കെ ഇനി ഓപ്പോണൻ്റ് അടിക്കുള്ളൂ. നമുക്ക് നോക്കാം. അലിസൺ ബെക്കർ ടു ഗൈസ്. ഇപ്പോൾ ഒരു
ഗൈസ് അപ്പോൾ ഈ ഒരു മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ നമ്മുടെ ഡിവിഷൻ പ്രൊമോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം നിങ്ങളൊക്കെ ഏതാണ് ഈ ഡിവിഷൻ. അപ്പോൾ ഇന്നൊരു അടിപൊളി ഓപ്പോണാണ് എന്തായാലും വന്ന ഗൈസ്. ഓൾറെഡി നമ്മൾ ഈ ഒരു കോംബോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ ഫ്ലുവൻ്റെ ഒരു മാനേജർ കോംബോ വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഗൈസ് ഒരു അടിപൊളി മാച്ചായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ ലൈവിലായിട്ട് നമ്മൾ ഓൾറെഡി റിയൽ സെറ്റ് എന്ന് പറയുന്ന ചാനൽ ഡെയിലി വരുന്നുണ്ട് മച്ചാന്മാർ. ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പം അതിലായിരിക്കും നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. 8.5 ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.